ഗൈസ്, ഇന്ന് നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ പോവാണ്. ആർക്കാണ് എന്നെ കൂടുതൽ അറിയുന്നത്, അതായത് ഹൂ നോസ് മീ ബെറ്റർ എന്നുള്ളൊരു ചാലഞ്ച് നമ്മൾ അമ്മു അച്ചു ഒരു ടീം, അതേപോലെ തന്നെ കണ്ണനും കല്യാണി ഒരു ടീമായിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഞാനിപ്പം ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന രണ്ട് ബുക്കില്ലേ, അതിൽ നിന്ന് ഓരോ ബുക്ക് വെച്ച് നിങ്ങൾ എടുക്ക്. ഒരു ടീമിന് ഒരു ബുക്ക് വെച്ച് എടുക്ക്. ആൻസർ പറയണ്ട, അതിൽ എഴുതിയാൽ മതി. ലാസ്റ്റ് ഞാൻ ചോദിക്കാം കേട്ടാ. ഇപ്പൊ രണ്ട് ടീമാണ്, ഒന്ന് അമ്മു അച്ചു, ഒന്ന് കണ്ണനും കല്യാണി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പൊ ആർക്കാണ് എന്നെ കൂടുതലും അറിയാവുന്നുള്ളത് ഇപ്പൊ അറിയാം. ഓക്കെ, പാറ ചേച്ചിയുടെ ഫേവറേറ്റ് കളർ പറയരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത്. നിങ്ങൾ എഴുത്, അറിയാവുന്നത് എഴുത്. നിങ്ങൾ രണ്ടുപേരുടെ ആലോചിച്ച് എഴുത്, ചെവി പറഞ്ഞ് എഴുതാവളെ. പാർച്ചേച്ച മിക്ക ഡ്രസ്സിൽ ആ ഒരു കളർ ഉണ്ട്. എങ്ങനെ പോയാലും എടുക്കുന്നത് ആ ഒരു കളറായിരിക്കും. സെക്കൻഡ് പറയട്ടെ, പാറ ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡ്. വ്ളോഗ് കാണുന്നതാണെങ്കിൽ എന്തായാലും അറിയായിരിക്കും. നോക്കട്ടെ, നിങ്ങൾ വ്ളോഗ് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ പറയാം. ഒരു ഹിന്റ് തരാമോ? ഹിന്റ് ഒന്നുമില്ല, എൻ്റെ എല്ലാ വ്ളോഗ്സിലും ആ ഒരു ഫുഡുണ്ട്, മിക്ക വ്ളോഗ്സിലും. ഇനി പാറ ചേച്ചിയുടെ ഫേവറേറ്റ് യൂട്യൂബർ. രണ്ടുപേരുണ്ട്, ഇതിൽ ആരെങ്കിലും എഴുതിയാൽ മതി. ഞാൻ മിക്കപ്പോഴും ആളുടെ വീഡിയോസ് ഇരുന്ന് കാണാറുണ്ട്. അതൊരു ചേച്ചി ആ രണ്ടാമത്തെ കൂടെ എഴുതിക്കോട്ടെ. എൻ്റെ ഫേവറേറ്റ് മൂവി രണ്ടെണ്ണം ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഫേവറേറ്റ് മൂവി. സമയമില്ല, എഴുതാ ഏതാ. ഇനി എൻ്റെ ഫേവറേറ്റ് ഇൻസ്ട്രുമെന്റ്. പോയിട്ടുള്ളതിൽ രണ്ട് ഫേവറേറ്റ് പ്ലേസ്. അതിനകത്ത് ആൻസർ ഇല്ല, ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഒരു ക്ലൂ തരാവോ? കേരളത്തിലല്ല, അല്ല, ഇതിൽ കൂടുതൽ വലിയ ഹിന്ദി ഇല്ല. മനസ്സിലായി. നമ്മുടെ ഇവിടെ ഒരു അമ്പലത്തിൽ പരിപാടി നടക്കുന്നോണ്ട് കുറച്ചധികം ഡിസ്റ്റർബൻസ് കാണും ഗൈസ്. ആ രണ്ടെണ്ണം. അത് കണക്കൊരു മൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ചു പറയായിരുന്നു. എൻ്റെ ഫേവറേറ്റ് പെറ്റ് അല്ലെങ്കിൽ പെറ്റ്സ്. ചിലപ്പോൾ അതൊരു പേരാകാം, ചിലപ്പോൾ ആ പെറ്റിന്റെ പേരാകാം, ചിലപ്പോൾ ആ ഒരു കാറ്റഗറി ആവാം. ഏതാന്ന് വെച്ചാൽ എഴുതിക്കോ. ഇനി അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആക്ടർ. കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ഡ്രസ്. രണ്ടെണ്ണം ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാലും മതി. ഇനി എൻ്റെ ഫേവറേറ്റ് ഫാമിലി പേഴ്സൺ, അതായത് ഫാമിലിയിലുള്ള, നമ്മുടെ ഫാമിലിയിലുള്ള എനിക്കിഷ്ടമുള്ള ഒരാൾ. എല്ലാവരും എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഒരാളെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഡാൻസ് ഫോം. ഞാൻ എങ്ങനത്തെ ഡാൻസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എൻ്റെ ഫേവറേറ്റ് സോങ്. ഇത് നിങ്ങൾക്ക് അറിയാൻ ചാൻസ് കുറവാണ്. ഞാൻ എപ്പോഴും ബസ്സിലൊക്കെ പോകുമ്പോൾ കേൾക്കുന്നൊരു പാട്ടാണ്. ചുമ്മാ ഇറക്കി കുത്തൊരു ഒരു മലയാളം പാട്ടാ. മലയാളമാണോ? കഴിഞ്ഞില്ല. അയ്യോ, ഞാൻ ഒരെണ്ണം പറയാൻ മറന്നുപോയി. എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ്. എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ്. പേനയും പോയി, രണ്ടുപേരും പേന പറയും. രണ്ടുപേരും. അപ്പം നമ്മൾ ആൻസേഴ്സ് പറയാൻ പോവാണ്. കളർ ഏതാ എഴുതിയിരിക്കുന്നത്? നീ ഏതാ എഴുതിയിരിക്കുന്നത്? രണ്ടുമല്ല, നേവി ബ്ലൂ. അപ്പം അതിലിവർ തോറ്റു ഗൈസ്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ എഴുതിയത്? നീ എന്താ എഴുതിയത്? പാവ് ബജി ആയിരുന്നു കറക്റ്റ്. നിങ്ങൾക്ക് 1 പോയിന്റ്. ഇനി എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ രണ്ടുപേർക്കും പോയിന്റ് ഉണ്ട്, കറക്റ്റ് ആണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് മൂവി. നീ എന്താ എഴുതിയേ? കറക്റ്റ് ആണ്. എൻ്റെ ഫേവറേറ്റ് മൂവി കൈദി ആയിരുന്നു ഗൈസ്, കൈദി. ഇതായിരുന്നു എൻ്റെ ഫേവറേറ്റ് ഇൻസ്ട്രുമെന്റ്. നിങ്ങൾ എന്താ എഴുതിയിരിക്കുന്നത്? നീ എന്താ എഴുതിയേ? രണ്ടുമല്ല, വയലിനായിരുന്നു. ഇതായിരുന്നു എൻ്റെത്. ഗുജറാത്ത് മുംബൈ ആയിരുന്നു.
ആ ഞാൻ പേര് എഴുതി വിക്കുറു മിലു ഡോഗ്സ് പക്രു വിക്കുറു. പക്രു ഇക്രു മിലോയും ഉണ്ടായിരുന്നു. ഞാൻ അപ്പൊ അവർക്കൊരു പോയിന്റ്. ആക്ടർ ഫഗത് ഫാസിൽ. എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സ് ഒന്നെങ്കിൽ സാരി അല്ലെങ്കിൽ ടീഷർട്ടും ജീൻസും ആയിരുന്നു. അപ്പൊ അതിനും മുട്ട. നീ അടുത്ത ഏതാ? ഫാമിലി മെമ്പർ. അമ്മൂമ്മ. അമ്മൂമ്മ. ഞാൻ എഴുതിയിരുന്നത് ഉണ്ണിച്ചേട്ടനെ ആയിരുന്നു. യെസ്. ഫേവറേറ്റ് ഡാൻസ് സത്യം പറഞ്ഞാൽ എനിക്ക് കുത്ത് ഡാൻസ് ആണ് ഇഷ്ടം. ഫേവറേറ്റ് സോങ് ഏതാ? നീ ഏതാ എഴുതിയേ? എഴുതിയിട്ടില്ല. എനിക്ക് വിശേഷ മൂവിയിലെ മറ്റേ പാട്ടായിരുന്നു. നീയും ഞാനും ഒന്നാണേ. ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഇതായിരുന്നു. ഏതാ? ഒന്നല്ലേ? ആ പറ. മാൾസ്. ലാക്മി. ലാക്മി. അവള് പറഞ്ഞു സോ. അപ്പം നമ്മുടെ കണ്ണന് 10-ൽ 2 മാർക്ക്. നമ്മുടെ അമ്മു ആൻഡ് ടീമിന് 10-ൽ 5 മാർക്ക്. അപ്പം ഇതിൽ വിജയിച്ചിരിക്കുന്നത് അമ്മു ആൻഡ് ടീം.